മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന 1-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി കെ അബൂബക്കറാണ് നമ്മോടൊപ്പം ഉള്ളത്. കർഷക സംഘത്തിന്റെ പൊന്നാനി മണ്ഡലം ട്രഷറർ കൂടിയാണ്. എങ്ങനെയുണ്ട് ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ? ഇപ്പോൾ 2-3 റൗണ്ട് കഴിഞ്ഞ് വീടുകളിലൊക്കെ കയറി, എല്ലാ വീടുകളിലും കയറി. 3-ാമത്തെ റൗണ്ട് അവസാനിച്ചു. ഇനി അഭ്യർത്ഥനയൊക്കെ കിട്ടിയതിന് ശേഷം 4-ാമത്തെ റൗണ്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പിന്നെ ശോചന ഈ 1-ാം വാർഡിൻ്റെ ഏറ്റവും വലിയ പ്രയാസമാണ് റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഒരുപാട് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ മാറഞ്ചേരി പഞ്ചായത്തിൻ്റെ ആദ്യത്തെ വികസനം എന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരുപാട് കനാലുകൾ റിപ്പയർ ചെയ്യാനുണ്ട്, പുതിയ കനാൽ കൊണ്ടുവരാനുണ്ട്. അതാണ് ആദ്യം കർഷകർക്ക് വേണ്ടി ചെയ്യാനുള്ള ആദ്യത്തെ പരിപാടി. ഇപ്പോൾ കന്നി അംഗമാണല്ലോ, ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു മത്സരം. അതിനെ എങ്ങനെയാണ് നോക്കുക? കന്നി അംഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നാടിനെ എല്ലാവരെയും അറിയാവുന്ന ഒരാളാണ്. കാർഷിക മേഖലയിലും നാട്ടിലെയും പൊതുപ്രവർത്തന രംഗത്തും അറിയാവുന്ന ഒരാളൊക്കെ തന്നെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാ മേഖലയിലും പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഇത് ഒരു മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ UDFന്റെ ഒരു കുത്തക വാർഡായിരുന്നു. ഇത് 2020 ഇത് കൈവിട്ടു പോയത്. അപ്പോൾ ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ചുമതല കൂടി നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് UDF. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് തീർച്ചയായിട്ടും ഈ വാർഡ് നമ്മൾ തിരിച്ചു പിടിക്കും. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരും, ഞങ്ങളുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇതിൻ്റെ വാർഡിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം. നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ട്. രാവും പകലും എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ട്. പിന്നെ മറ്റൊരു പ്രവർത്തകരെല്ലാവരും, എൻ്റെ പ്രവർത്തക സുഹൃത്താണ് സുബൈർ. ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ 1-ാം വാർഡിലൊരു ജനപ്രതിനിധിയായി താങ്കൾ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ഈ വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ? ഈ വാർഡിലെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നമാണ് കുടിവെള്ളം. കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഊന്നൽ കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഈ പൊളിഞ്ഞെടുക്കുന്ന റോഡുകളാണ്. ഈ റോഡുകളാണ് അത് 100 ദിവസം UDFന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്, 100 ദിവസത്തിനുള്ളിൽ. ആദ്യമായിട്ട് അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കാർഷിക മേഖലയിലാണ് നമ്മളൊക്കെ കനാലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ കനാലുകൾ പൊട്ടിപ്പൊളിഞ്ഞ ഒരുപാട് കനാലുകളുണ്ട്. അത് ശരിയാക്കലുണ്ട്, പുതിയ കനാൽ കൊണ്ടുവരാനുണ്ട്. പിന്നെ പുതിയതായിട്ട് പല കൃഷികളും ചെയ്യാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടും ഇറിഗേഷന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.